ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രോം ഹിപ്പി ക്യാമ്പ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് വാഗമണിലാണ്. ഒരു മനോഹരമായ ഒരു ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു 2 ബെഡ്റൂമാണോ 4 ബെഡ്റൂമാണോ 6 ബെഡ്റൂമാണോ അല്ല 8 ബെഡ്റൂമുള്ള ഒരു കിടിലൻ ഒരു പൂൾ വില്ലയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഈ പറയുന്ന പ്രോപ്പർട്ടി എന്നുള്ള വ്യൂ ആണ്. എൻ്റെ ചുറ്റോട് ചുറ്റും 360 ഡിഗ്രി നിങ്ങൾക്ക് കംപ്ലീറ്റ് വ്യൂ ആണ്. അത് തേയിലത്തോട്ടത്തിൻ്റെ ഉണ്ട്, നല്ല മനോഹരമായ മലയുടെ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു റോഡിൻ്റെ വ്യൂ വരുന്നുണ്ട്. പൂളിൽ നിന്നൊക്കെ കിടന്നിട്ടാണെങ്കിലും നമ്മൾ സൂപ്പർ ഡ്യൂപ്പർ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കണ്ട. അതുപോലെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു സൂപ്പർ സംഭവം എന്ന് വെച്ചാൽ നല്ല ഒന്നാന്തര കാറ്റാണ്. പക്ഷേ ക്യാമറ തൊട്ടപ്പോൾ പോലെ കാറ്റങ്ങ് വന്നിട്ടില്ല. പക്ഷേ ഈ ക്യാറ്റ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഊട്ടിക്കത്ത ക്യാറ്റാണ്. അതുപോലെ തന്നെ അതുകെ ഒരു മനോഹരമായ ഒരു ലേക്കിൻ്റെ വ്യൂ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഹുസൈൻ സാഗർ ലേക്കാണോ? അല്ല. ഡാൽ ലേക്കാണോ? അല്ല. ഇത് നമ്മുടെ വാഗമണിലുള്ള വാഗമൺ ലേക്ക്. എങ്ങനെയുണ്ട്? വാഗമൺ ലേക്ക് അല്ല കേട്ടോ, ഇത് വാഗമണ് തന്നെ ഈ പറയുന്ന നമ്മൾ ഇപ്പം ഉപ്പുതറ റോഡിൻ്റെ സൈഡിലാണ് നമ്മളുള്ളത്. അവിടെയുള്ള ഒരു മനോഹരമായ ഒരു ലേക്കിൻ്റെ വ്യൂവും നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൗണ്ടൻസ്, അതൊക്കെ ആ വാഗമൺ സൈഡിലുള്ള മൗണ്ടൻസും കാര്യങ്ങളൊക്കെയാണ്. തേയിലത്തോട്ടമാണ്, നല്ല വ്യൂ ആണ്, അടിപൊളി. അതായത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഗ്യാദർ ചെയ്യാൻ പറ്റി. അതൊരു ഏകദേശം ഒരു 15 പേര് തുടങ്ങിയിട്ട് നിങ്ങളൊരു 30 പേര് വരെയൊക്കെ നല്ല ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് താമസിക്കാൻ പറ്റിയ സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി പ്രോപ്പർട്ടിയുടെ ഉള്ളറകൾ തേടിയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ഇവിടെ നിൽക്കുള്ള വ്യൂ ഉണ്ടോ? മൊത്തം ഒരു ഭയങ്കര കിടിലാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. നിങ്ങൾക്കറിയാം, ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങൾ ഇവിടെ വന്നപ്പം ഇത്രയും മലയുടെ മണ്ടയ്ക്കാണെങ്കിൽ പോലും അത്രയധികം കാറ്റാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാറ്റുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ഫീലാണ്. ആൻഡ് ഈവൻ നമ്മൾ ആ ഷെയ്ഡിൻ്റെ അടിയിലേക്ക്, അതായത് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പം നമുക്ക് നല്ലൊരു ക്ലൈമറ്റൊക്കെ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റായിട്ട് ഫീൽ ചെയ്യുവാണ്. കണ്ടത് ഇങ്ങനെ മേ ബി ചിലപ്പോൾ എനിക്ക് ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ചക്കന്ന് പറഞ്ഞാൽ ഷട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണം. കൈയൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിക്കൊണ്ട് ഞാൻ തിരിച്ച് വലിച്ചെടുക്കുകയാണ്. നമുക്കപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ഇനി റൂമുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ എൻട്രി പോയിന്റ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല മനോഹരമായ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇവർ ക്യാമ്പ് ഫയറും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. ക്യാമ്പ് ഫയർ, മ്യൂസിക്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും സെറ്റാണ്. അത് മാത്രമല്ല ഇവിടെ കംപ്ലീറ്റ് ലൈവ് മസ്തി ഫുൾ ഓൺ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും, എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് സംഭവം മൊത്തം ഫാമിലിയുടെ കൂടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചിൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ മുറിയുടെ അകത്തേക്ക് കയറാം. വെൽക്കം. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ബേസിക്കലി ഇവർക്ക് 4 റൂംസാണ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഹാളും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ദിവാങ്കോട്ട്, അവിടെയാണെങ്കിലും എക്സ്ട്രാ പേഴ്സണെ കിടക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ ബേസിക് 4 റൂമാണ്. അതിനകത്ത് തന്നെ ഈ സെറ്റിൽ 3 റൂം, ഇതിൻ്റെ പുറയിലായിട്ട് പിന്നെ ഒരു റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂം കാണാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റൂം തന്നെ നിങ്ങൾക്ക് കാണാം. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ റൂമിന് മാത്രം ഇത് വരുന്നില്ല, ടോയ്ലറ്റ് വരുന്നില്ല. അതിന് പകരമായിട്ട് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു ടോയ്ലറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് സെക്കൻഡ് റൂമിലേക്ക് കയറുവാണ്. സെക്കൻഡ് റൂമിൽ ഇതുപോലെ തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈവൻ ബെഡിങ് ഒക്കെ ആണെങ്കിലും നല്ല ബെഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇവിടെ നിന്ന് നേരെ വരുമ്പം ഇവിടെയാണെങ്കിലും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും സംഭവങ്ങൾ കാണാം. ഈ സെയിം സ്ട്രക്ചറിലാണ് ഇവിടുത്തെ എല്ലാ മുറികളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ചില സമയങ്ങളിൽ ഇവിടെ ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ അടുത്ത റൂമാണ്, 3rd റൂം. ഇതും അതുപോലെ തന്നെ സെയിം സൈസ്, ടോയ്ലറ്റ് എല്ലാം ആ സെയിം ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു TV വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും നമുക്ക് ഗ്യാദർ ചെയ്യാനും എല്ലാവരോടും വേറെ കൂടിയിരുന്ന് വർത്താനം പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ മാത്രമല്ല നമുക്ക് മുകളിലും അതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ തന്നെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇനി ഇവർക്ക് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി, അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു റൂം കൂടെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ റൂമിലേക്ക് നമ്മൾ പോകുമ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ആണ്, കംപ്ലീറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു വേണം റൂമിലേക്ക് പോകാൻ.
അപ്പോൾ നിങ്ങൾ കണ്ട തേയിലത്തോട്ടം എന്നൊക്കെ പറയുന്ന AVTയുടെ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു റൂമായിട്ടുള്ള ഇപ്പോഴത്തെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ആ റൂമിൻ്റെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അപ്പം ഇതാണ് ആ റൂം വരിക. നേരത്തെ പോലെ തന്നെ റൂം സൈസും കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം. ആൻഡ് അഗെയിൻ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും പക്ക അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ ഒരു പാത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ പാത്ത് നമ്മൾ വിചാരിക്കും എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളുടെ അന്നത്തിനുള്ള പാത്താണത്. കാരണം വെച്ചാൽ കിച്ചണിലേക്കുള്ള വഴി. കാണിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കുക്കിംഗ് പരിപാടികൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ കിച്ചൺ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ചാർജ് കൊടുക്കണം. കാരണം വെച്ചാൽ ക്ലീൻ ചെയ്യാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ പോലെ തന്നെ ഒരു കുക്കിംഗ് സംഭവങ്ങളാണ്. ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. ഉരുളി അതുപോലത്തെ സാധനങ്ങൾ, ചിക്കൻ കറിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈസും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് സുഖമായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ ഗ്യാസിനും അതിനെല്ലാം കൂടെയാണ് അവർ ചെറിയൊരു അഡീഷണൽ ചാർജ് ഇതിന് വേണ്ടി മേടിക്കുന്നുണ്ട്. സെപ്പറേറ്റ് കുക്കിങ്ങുകൾ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫുഡും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഗ്യാസിൻ്റെ വലിയ ബേണറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റും കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ വെച്ച്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത്, ഈവൻ ബാച്ചിലേഴ്സ് ആണെങ്കിലും കുക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ അവർ കുക്ക് ചെയ്യുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഇത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യും, നമുക്ക് അപ്പുറത്തോട്ട് വരണം. ഓക്കെ, നമുക്കപ്പം ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു, 4 ബെഡ്റൂം കഴിഞ്ഞു, ഗ്രൗണ്ട് കണ്ടു, നിങ്ങൾക്ക് അതുപോലെ തന്നെ നീന്തൽ കുളം കണ്ടു, അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് കണ്ടു, കിച്ചൺ കണ്ടു. ഇനി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പോകും. ഓക്കെ, അപ്പോൾ ഇതിലേയും ഒരു വഴിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അപ്പുറത്ത് അടച്ചുകൊണ്ട് നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ തന്നെ AVTയുടെ എസ്റ്റേറ്റ് കണ്ട് നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നത് നമ്മൾ പുറത്തൂടെ തന്നെയാണ്. പുറത്തൂടെ തന്നെ നമ്മൾ വന്നിട്ടാണ് ഈ പറയുന്ന അടുത്ത 4 ബെഡ്റൂമുകളിലേക്ക് കയറാൻ പോകുന്നത്. പക്ഷേ പേടിക്കുന്ന ഈവൻ മഴയാണെങ്കിലും കംപ്ലീറ്റ് ഷീറ്റഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ആ ദിവസം. അപ്പോൾ അതുകൊണ്ട് വേറെ ആരുടെയും ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പം ഇവിടെ ഇതുപോലെ തന്നെ ഒരു വലിയൊരു വരാന്ത പോലെ വരും. ആ വരാന്തയിൽ അവിടെ തന്നെ ഒരു 2 എൻട്രി വരുന്നുണ്ട്. ഇതുപോലെ ഉണ്ടോ, ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ടും ഒരു സ്റ്റെപ്പ് അങ്ങോട്ടും. അവിടെ 2 കൊടുത്തുകൊണ്ട് 2 ബെഡ്റൂം വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യത്തെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് കയറാം. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹോളാണ്. ആൻഡ് ഹോളിൻ്റെ അവിടെ നിന്നൊക്കെയാണെങ്കിൽ ഇത് കണ്ടേ കംപ്ലീറ്റ് AVTയുടെ തേയിലത്തോട്ടമാണ് നിങ്ങൾക്ക് കൺകുളിർക്കെ കാണാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള AVTയുടെ ഏലത്തോട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാലത്തെ മുട്ടക്കറിയും അപ്പോൾ ഒന്ന് കഴിക്കുന്ന ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ രാത്രി ഈ പറയുന്ന പോലെ നമ്മൾ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ നമ്മളിങ്ങനെ ചവച്ച് അരച്ച് നമ്മൾ കഴിച്ച്, അപ്പോൾ AVTയുടെ അവിടെയൊക്കെ മൊത്തം ഇരുട്ടായിരിക്കും. മിന്നാമിനിങ്ങൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിന്നാമിനിനെ കാണാൻ പറ്റും. അടിപൊളിയായിരിക്കും. വാഗമൺ മിന്നാമിനിങ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ നമുക്ക് മുറിയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് കണ്ടോ, ഒരു 3-4 എക്സ്ട്രാ ബെഡൊക്കെ നമുക്ക് ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു, ഒരുപാട് പേരെ നമുക്ക് അതായത് ഇവർ പറയുന്നത് വെച്ചാൽ 8 റൂമായിട്ട് 16 പേരല്ല, 16 വേണമെങ്കിൽ ഒരു 30 പേര് വരെയൊക്കെ മാക്സിമം ഇവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും സുഖമായിട്ട്, വിത്ത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി സെറ്റപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല ടേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ TVയും വരുന്നുണ്ട്. വ്യൂ ഉണ്ടോ, മൊത്തം വ്യൂ ഒരു തകർപ്പും വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേക്കൊക്കെ ആണെങ്കിൽ ഈ മോളിൽ നിന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ പോലെ മുകളിലോട്ട് വരുന്നതോടും ഒബ്വിയസ്ലി നമുക്ക് വ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു സെറ്റപ്പിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും നേരെ നമ്മളിവിടെ വരുന്നു, റൈറ്റും ലെഫ്റ്റും 2 ബെഡ്റൂം, നേരെ ആണെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ്. അപ്പോൾ അതേപോലെ തന്നെ റൂമിലേക്ക് കയറുക. അപ്പോൾ ഈ റൂമിന് നമുക്ക് ടോയ്ലറ്റ് വരുന്നില്ല, അതിന് പകരമായിട്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ റൂമിനാണെങ്കിലും ഇവിടുത്തെ ഈ മുകളിലത്തെ 2 ബെഡ്റൂമിനും കോമൺ ടോയ്ലറ്റാണ് വരുന്നത്. ഇവിടുത്തെ ഈ സൈഡിലെ 2 ബെഡ്റൂമിനും രസമല്ലേ. ഫാമിലിക്കാണെങ്കിൽ നമുക്ക് ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സ് കുറേ പേര്, അധികം ഞാൻ പറയില്ല, ഒരു 16 അല്ലെങ്കിൽ ഒരു 20-25 പേരൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിട്ട് പ്രൈവസിയിൽ നിങ്ങൾക്ക് തകർക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നോക്കുക, കാരണം ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്, ഒറ്റയടിക്ക് വീഴാൻ പോയാൽ താഴെ വീഴും. ഓക്കെ, അപ്പോൾ വളരെ സൂക്ഷിക്കണം. ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഷെൽഫൊന്നും നിങ്ങൾ തുറക്കേണ്ട, കാരണം ഇത് ഇവർ എക്സ്ട്രാ ബെഡിനുള്ള ക്ലോത്തൊക്കെ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അടുത്ത റൂമുകളിലേക്ക് കയറുവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുകളിൽ വന്നിട്ട് ബാക്ക് സൈഡിലെ റൂംസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാവും? കോമൺ ടോയ്ലറ്റ് അല്ല, നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ കാണുന്നവർ നേരെ കയറി ആദ്യം മുറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റ് കാണാം. അതും അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ, ഒരു പെർഫെക്റ്റ് ടോയ്ലറ്റ്. ആൻഡ് ഇവിടെയും അടുത്ത ഒരു റൂം വരുന്നുണ്ട്.
അതിനും ഇതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് റൂമും ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ മുകളിലാണെങ്കിൽ 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റും 2 എണ്ണത്തിനകത്ത് വരുന്ന ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. ആൻഡ് ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും ഇവരിത് ഗ്രില്ല് ചെയ്ത് അടച്ചിട്ടേക്കുവാണ്. കാരണം ഇനി പാർക്കെങ്കിലും രാത്രി വല്ല കട്ടൻ കാപ്പി കുടിച്ചിട്ട് പുറത്തോട്ട് പോകണം തോന്നിക്കഴിഞ്ഞാൽ ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ ഷീറ്റിൽ നിന്ന് നേരെ താഴോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടേക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട, ഒരു കാരണവശാലും അത് തുറന്നു തരില്ല. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഈ മനോഹരമായ പ്രോപ്പർട്ടി? സൂപ്പറല്ലേ? അപ്പോൾ വാഗമണിലെ ഞാൻ കാണിച്ചു തന്ന ഒരു മനോഹരമായ പ്രോപ്പർട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും നല്ല അടിച്ച് പൊളിച്ച് തകർക്കാൻ പറ്റി. അതായത് റൂമുകൾക്ക് ഇഷ്ടം പോലെ റൂമുണ്ട്. പ്രൈവസിക്കാണെങ്കിൽ നല്ല ഒന്നാന്തരം പ്രൈവസി, നല്ല ഒന്നാന്തരം ഇൻഫിനിറ്റ് പൂള്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഇവർ മുറ്റത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പ് ഫയർ അങ്ങനത്തെ സെറ്റപ്പായിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. മ്യൂസിക് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും പ്ലേ ചെയ്യാം. നിങ്ങൾ കൊണ്ടുവന്നാണെങ്കിലും നിങ്ങൾ പ്ലേ ചെയ്തു, ആരും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല. പിന്നെ ചുറ്റോട് ചുറ്റുള്ള മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെയും കാടിൻ്റെയും മലയുടെയും വഴിയുടെ എല്ലാം നല്ല മനോഹരമായ വ്യൂ. അതുപോലെ തന്നെ ലക്ഷറി അല്ല, പക്ഷേ ലക്ഷറി അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മനോഹരമായ പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി കുക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണും കാര്യങ്ങളുണ്ട്. ഇനി അതല്ല ഫുഡ് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള കെയർടേക്കറും ടീമും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മനോഹരമായ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ താമസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹിപ്പി ക്യാമ്പ്സിനെ വിളിച്ചോ, ബാക്കി എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തുതരാം. കാടിൻ്റെ ഈ പറയുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വരുന്ന ഈ പ്രോപ്പർട്ടി നല്ല കാറ്റ വന്നുകൊണ്ടിരിക്കണം. ഞാനിനി കാറ്റത്ത് പറന്നു പോകുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും സൂപ്പർ കാറ്റ്. വാവ്!